മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനകളുമായി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നിലകൊള്ളുകയാണ്. ഇപ്പോഴിതാ പ്രതീക്ഷയുടെ പുതുനാമ്പ് പോലെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമായില്ലെങ്കിലും വധശിക്ഷയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഇപ്പോൾ വധശിക്ഷ നീട്ടിവെക്കുന്ന സ്ഥിതിയിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തിയ ഇടപെടലിൽ ഏറെ സന്തോഷമുണ്ടെന്നും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് കാന്തപുരം സ്വീകരിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത് ആശ്വാസമുള്ള നിമിഷമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഈ നിലയിൽ പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്ന കാര്യമാണ്. ഔദ്യോഗികമായുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തുള്ള സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കാന്തപുരം മുസ്ലിയാർ രംഗത്ത് വന്നതുപോലെ മറ്റു പലർക്ക് ചെയ്യാനാകുമെങ്കിൽ അവരെയും അണിനിരത്തണം. ഹൂതികളിൽ സ്വാധീനമുള്ള രാജ്യം ഇറാനാണ്. ഇറാനുമായി നമുക്ക് സൗഹൃദമുണ്ട്. ആ സർക്കാരിന്റെ സേവനം ഉപയോഗിക്കാനുള്ള സംവിധാനം വേണം. അബുദാബി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഖലീഫ ഫൗണ്ടേഷന്റെ സേവനവും ഉപയോഗിക്കുന്നത് ആരായണമെന്ന് വിദേശകാര്യ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് ചാണ്ടി ഉമ്മൻ MLAയും പറഞ്ഞു. ചാണ്ടി ഉമ്മൻ MLA നടത്തിയ ഇടപെടലുകളും ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചയായി എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന പ്രതികരണവും ഏറെ മാതൃകാപരമാണ്. മനുഷ്യനെന്ന നിലയിലാണ് താൻ ഇടപെട്ടത്. മനുഷ്യന് വേണ്ടി ഇടപെടണമെന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത്. ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ തുടർന്നും ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത്. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. ഇന്നാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെയാണ് വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായുള്ള അറിയിപ്പ് വന്നത്. 2017 ജൂലൈ 25-നാണ് കൊലപാതകം നടന്നത്. യമനിൽ നഴ്സായിരുന്നു നിമിഷപ്രിയ. സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്തു വന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു. തന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്. സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി ഒരു അമ്മ എത്രയോ മാസങ്ങളായി യമനിൽ തുടരുകയാണ്. ആ അമ്മ മുട്ടാത്ത വാതിലുകളില്ല. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അടുത്തു തന്റെ മകളുടെ നീതിക്ക് വേണ്ടി അനവധി തവണ ആ അമ്മ കരഞ്ഞു നിന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ ചെറുതായെങ്കിലും പ്രതീക്ഷയുടെ പുതുപുലരി വന്നിട്ടുണ്ട്. സ്വന്തം മകൾ തിരികെ ജീവിതത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ ഇന്ന് ആ അമ്മയ്ക്കുണ്ട്. ആ പ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നത് കാന്തപുരം തന്നെയെന്നതിൽ ഒരു സംശയവുമില്ല. കേരള ജനത ഒരു ദൈവത്തെ പോലെ കണ്ടിരുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ പണം കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ മരണശൈലിയിലും ഉമ്മൻചാണ്ടി എന്ന നേതാവ് നിമിഷപ്രിയയുടെ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു പരിശ്രമിച്ചിരുന്നത്. തന്റെ അസുഖം കൂടിയ ഘട്ടത്തിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഫോൺ കോളുകളുടെ വീഡിയോകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. ഏതായാലും നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചതിൽ എല്ലാവരും സന്തുഷ്ടരാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സന്തോഷിക്കുമ്പോഴും കാന്തപുരത്തിന് മേൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുമ്പോഴും ഒരാളെ ജയിലിൽ നിന്നും പുറത്തിറക്കിയതിന്റെ പേരിൽ മറ്റൊരാൾ പഴികൾ കേൾക്കേണ്ടി വരികയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയുമല്ല. കാരണവർ കേസിലെ പ്രതി ഷെറിനെ ജയിലിന് പുറത്തിറക്കുവാൻ ശ്രമിച്ചെന്ന ആരോപണം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിടുകയാണ്. ഒരിടത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി പുറത്തിറങ്ങുവാൻ ശ്രമിക്കുന്ന കാന്തപുരവും മറ്റൊരിടത്ത് ഷെറിനെ പുറത്തിറക്കുവാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടുന്ന KB ഗണേഷ് കുമാറും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നതും ഈ താരതമ്യം ചെയ്യൽ തന്നെയാണ്.